Here we go to the movie Leo. Let's start. ഒരു സമ്മർ വെക്കേഷൻ കൂടി അവസാനിച്ചു. എല്ലാ പിള്ളേരും ഒരുപടി മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ താരങ്ങളായ കുട്ടിപ്പിള്ളേർക്ക് ഇതൊരു പ്രത്യേക വർഷം കൂടിയാണ്. അവരുടെ എലിമെന്ററി സ്കൂൾ ലൈഫിന്റെ ഏറ്റവും അവസാനത്തെ ഇയർ. ഇവരെല്ലാവരും 5ാം ക്ലാസ്സിലെത്തി. കുറെ കൂടെ മുതിർന്നു, മെച്ചറായി. അങ്ങനെ പുതിയ പല തീരുമാനങ്ങളും എടുത്ത് ആദ്യത്തെ ദിവസം എല്ലാവരും ചുറുചുറുക്കോടെ സ്കൂളിലെത്തിയിരിക്കുകയാണ്. ഇവരുടെ സ്കൂളിലൊരു പ്രത്യേകതയുണ്ട്. എല്ലാ ക്ലാസ്സിനും ഓരോ പെറ്റുകൾ കാണും. 5ാം ക്ലാസ്സിലെ പെറ്റാണ് ലിയോ എന്ന ഓന്തും സ്ക്വേട്ടിൽ എന്ന ആമക്കുട്ടനും. ഇവരാണെങ്കിൽ 10-70 വർഷമായിട്ട് ഇതേ ക്ലാസ്സിലാണ് ഇരിപ്പ്. അതുകൊണ്ട് തന്നെ എല്ലാ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിലും കുട്ടികളെ വിലയിരുത്താറാണ് ഇവരുടെ പതിവ്. എല്ലാ വർഷവും ഒരു പഠിപ്പി കാണും, ഒരു വഴക്കാളി കാണും, ഒരു റൊമാൻറ്റിക് ഹീറോ കാണും, ഒരു ടോക്കറ്റീവ് കാണും, അങ്ങനെ എല്ലാം കാണും. ടീച്ചർ വന്ന് കുട്ടികളോട് ഈ വർഷത്തിന്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. ആർട്ട് ഫെസ്റ്റ്, സയൻസ് ഫെസ്റ്റ്, ഹിസ്റ്ററി ഫെസ്റ്റ്, മാത്സ് ഫെസ്റ്റ്, അങ്ങനെ ഫെസ്റ്റുകളൊക്കെ വരുമ്പോൾ അതിലെല്ലാം വിൻ ചെയ്യുന്ന ഒരു ക്ലാസ്സിനെ ഈ ഒരു അധ്യയന വർഷം അവസാനിക്കുന്ന സമയത്ത് ഫീൽഡ് ട്രിപ്പിന് കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നു. പിന്നെ 5ാം ക്ലാസ്സിലെത്തിയില്ലേ, ക്ലാസ്സിലേക്ക് സ്നാക്സ് ഒന്നും കൊണ്ടുവരാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. പിന്നീട് പാരന്റ്സ് മീറ്റിംഗ് വിളിക്കുന്ന സമയത്താണ് നമ്മുടെ ടീച്ചർ കുറെ നാളത്തേന് ലീവ് എടുക്കാൻ പോവാണ്, അവര് പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചർ വരുമെന്ന് കേൾക്കുമ്പോൾ പാരന്റ്സ് ഒക്കെ തന്നെ അയ്യേ സബ്സ്റ്റിറ്റ്യൂട്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേരൊന്നും അനുസരിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഇവർ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതുപോലൊരു സബ്സ്റ്റിറ്റ്യൂട്ട് വന്ന സമയത്ത് പിള്ളേര് ആ ടീച്ചറെ ഓടിച്ചു കളഞ്ഞു. ഇത്തവണ വരുന്ന ടീച്ചറെയും നമുക്ക് അങ്ങനെ ഓടിക്കണമെന്ന് പിള്ളേര് തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മീറ്റിങ്ങിനിടയ്ക്ക് നമ്മുടെ ലിയോ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവനെ പോലുള്ള ഓന്തുകള് 75 വർഷം മാത്രമേ ജീവിക്കുള്ളൂ എന്ന്. അങ്ങനെ അവൻ ഇവിടെ വന്നിട്ടുള്ള ആ ഒരു വർഷം അവൻ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവരുടെ 5ാം ക്ലാസ്സിൽ ഈ കൂട്ടലും കുറയ്ക്കലൊന്നും പഠിപ്പിക്കാത്തത് കൊണ്ട് ഇവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. അങ്ങനെ കൂട്ടാനും കുറയ്ക്കാനും അറിയുന്ന 2ാം ക്ലാസ്സിലുള്ള പെറ്റുകളെ കാണാനായിട്ട് നമ്മുടെ ലിയോ വെറുതെ ഫാൾസ് ഫയർ അലാം ഓണാക്കിയിട്ട് എല്ലാവരെയും പുറത്തെത്തിച്ചു. അങ്ങനെ പെറ്റുകൾ പുറത്തെത്തിയ സമയത്ത് 2ാം ക്ലാസ്സിലിരിക്കുന്ന പെറ്റായിട്ടുള്ള മുയൽക്കുട്ടനോട് എന്റെ വയസ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു തരാമോ എന്ന് അവൻ വർഷമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് 74 വയസ്സായെന്ന് മനസ്സിലാവുന്നത്. ഇനി ഒരു വർഷം മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എന്തോരം ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെന്നറിയോ. ആ ഒരു വർഷം കൊണ്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തിക്കുക? എനിക്കതിന് വെളിയിലോട്ട് പോയേ പറ്റൂ. ഞാൻ എന്തോ ചെയ്യും എന്നും പറഞ്ഞ് നമ്മുടെ ലിയോ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്കൂട്ടിൽ അവനെ ഇങ്ങനെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഇതേ സമയത്താണ് ഇവരുടെ ക്ലാസ്സിലേക്ക് ഈ പ്രഗ്നന്റ് ആയ മിസ്സിന് പകരമായിട്ട് പുതിയ സബ്സ്റ്റിറ്റ്യൂട്ട് മിസ് വരുന്നത്. ആളാണെങ്കിൽ ഒരു ഗംഭീര ചൂടത്തിയായിരുന്നു. നമ്മുടെ പഴയ മിസ് ആളൊരു കൂളാണ്. എന്നാ ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ കൂടി സമ്മതിക്കാതെ ഈ ഒരു മിസ്, ഇവരുടെ പേര് മാൽക്കിൻ എന്നാണ് കേട്ടോ. ഈ പുള്ളിക്കാരിക്കാണെങ്കിൽ ഈ പിള്ളേരെ ശരിക്കൊന്ന് നോക്കാനോ ചിരിക്കാനോ കൂടി പറ്റത്തില്ല. ഫുൾ ടൈം സ്ട്രിക്റ്റ് ആയിട്ട് ദേഷ്യം പിടിച്ച് അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. അങ്ങനെ മിസ് മാൽക്കിൻ ക്ലാസ് തുടങ്ങി. അവരുടെ ആദ്യത്തെ റൂൾ എന്താണെന്ന് വെച്ചാൽ വീക്കെൻഡ് സമയത്ത് ക്ലാസ്സിലുള്ള പെറ്റിൽ ഏതെങ്കിലും ഒന്നിനെ കുട്ടികൾ കൊണ്ടുപോയിട്ട് വീക്കെൻഡ് കഴിയുമ്പോൾ തിരിച്ചെത്തിക്കണമെന്ന്. അങ്ങനെ ക്ലാസ്സിൽ ഏറ്റവും ടോക്കറ്റീവ് ആയിട്ടുള്ള സമ്മർ എന്ന കുട്ടി നമ്മുടെ ലിയോയെ അന്ന് ഈ വീക്കെൻഡ് സമയത്ത് വീട്ടിലേക്ക് എടുത്തോണ്ട് പോവാം എന്ന് പറയാണ്. ഇവളുടെ സംസാരം കേട്ടാൽ മനുഷ്യന്മാര് ചത്തുപോകും. അങ്ങനെയാണ് കേട്ടോ. ഇത് ലിയോയ്ക്കും അറിയാം, കാരണം അവൻ കുറെ നാളായിട്ട് അവിടെയാണല്ലോ. അങ്ങനെ ഇവള് ഫുഡൊക്കെ കഴിക്കാൻ പോയ സമയത്ത് റൂമിൽ ആരുമില്ല. ലിയോ എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ കൂട്ടിൽ നിന്ന് വെളിയിലോട്ട് കടക്കാൻ നോക്കുകയാണ്. അവനെ ലോകം കാണണം, ഒരു വർഷം മാത്രമല്ലേ ഇനി ജീവിക്കാൻ പറ്റുള്ളൂ, ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത്. പക്ഷേ നമ്മുടെ സമ്മർ വന്ന് നോക്കുമ്പോൾ ലിയോയെ കാണുന്നില്ല. ഇവളുടെ ബഹളം കേട്ട് അവനാണെ പേടിച്ചിരുന്നിരുന്ന ചുമരിൽ നിന്ന് താഴെ വീണു. അതിനിടയ്ക്ക് അവൻ നിലവിളിച്ചപ്പോഴാണ് ലിയോയ്ക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് സമ്മർ അറിയുന്നത്. അങ്ങനെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ലിയോ പറഞ്ഞു, അതെ ഞാൻ സംസാരിക്കുന്നത് നിനക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ, കാരണം നീ സ്പെഷ്യൽ ആണെന്ന്. ഇതിൽ നമ്മുടെ സമ്മർ വീണില്ലേ. അത് ശരി, ഞാൻ സ്പെഷ്യൽ ആണെന്നോ? പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ലെന്നേ. നീ മാത്രമാണ് ഞാൻ നല്ലതാണെന്ന് പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ, അത് മോളെ ഞാൻ നിന്നെ ശ്രദ്ധിക്കാറുണ്ട്. നീ എപ്പോഴും ഭയങ്കരമായിട്ട് ഓവറായിട്ട് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്നവരോട് ആർക്കും അത്ര വലിയ താല്പര്യം കാണില്ല. നീ ഒരു കാര്യം ചെയ്യുക, സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ളവർക്ക് പറയാൻ കുറച്ച് സമയം കൊടുക്കുക. ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്നതിന് പകരമായിട്ട് നീ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അവൾക്ക് അക്കാര്യം മനസ്സിലായി. അങ്ങനെ ലിയോ അവളുടെ ഒരു ഫ്രണ്ട് പോലായി. അങ്ങനെ പിറ്റേ ദിവസം ക്ലാസ്സിൽ അവനെ വിടുന്ന സമയത്ത് അവൾക്ക് വലിയ സങ്കടമായിരുന്നു കേട്ടോ. ഇവൻ പറഞ്ഞു കൊടുത്ത കാര്യം മനസ്സിൽ വെച്ച് നമ്മുടെ സമ്മർ ആവട്ടെ എല്ലാവരോടും സംസാരിക്കുന്ന സമയത്ത് അവർക്കും കൂടെ സംസാരിക്കാൻ സമയം കൊടുക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്.
അതും ലിയോ പറഞ്ഞു കൊടുത്തത് കാരണം. ഇവിടെ മിസ് മാൽക്കിനാണെങ്കിൽ പിള്ളേരോട് കമ്പ്യൂട്ടറൊക്കെ മാറ്റി വെച്ച് വലിയ ബുക്കൊക്കെ എടുത്ത് പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പാവം പിള്ളേരല്ലേ. അല്ല, സമ്മറിന് എന്താ നിന്നോട് ഇത്ര സ്നേഹം എന്ന് സ്ക്വിർട്ടിൽ ചോദിക്കുമ്പോഴും ഇവനൊന്നും തന്നെ മിണ്ടുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായി. പിറ്റേ ദിവസത്തില് നമ്മുടെ മിസ് മാൽക്കിനെ എല്ലാവരും കൂടെ ഇങ്ങനെ ചുമ്മാ കളിയാക്കുന്നുണ്ട്. കാരണം അവർക്ക് ഭയങ്കരമായിട്ട് അഹങ്കാരവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ദിവസങ്ങൾ കഴിയും തോറും പിള്ളേർക്ക് സഹിക്കാനേ പറ്റാത്ത ഒരവസ്ഥ വരെ ഈ ഒരു ടീച്ചറെ കൊണ്ടുണ്ടാവുകയാണ്. അടുത്ത വീക്കെൻഡ് സമയത്ത് എലെ എന്ന് പറയുന്ന ഒരു പയ്യന്റെ വീട്ടിലേക്കാണ് ലിയോ പോകുന്നത്. എലെ ആണെങ്കിൽ ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പാരന്റ്സിന്റെ മകനാണ്. ഇവന്റെ എല്ലാ കാര്യം ചെയ്തു കൊടുക്കാൻ ഒരു ഡ്രോൺ കാണും. ഇവന് ശരിക്കും പിള്ളേരുടെ കൂടെ കളിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഫുഡ് കഴിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും ഭയങ്കര ഓവർ പ്രൊട്ടക്ഷൻ ആണ്. അങ്ങനെ നമ്മുടെ എലയുടെ സങ്കടം എന്താണെന്ന് ലിയോ മനസ്സിലാക്കുന്നുണ്ട്. ലിയോ സംസാരിക്കുന്നത് അബദ്ധവശ എലയും കേട്ടു. നമ്മുടെ സമ്മറിന്റെ അടുത്ത് പ്രയോഗിച്ച അതേ മാർഗം തന്നെയാണ് എലയുടെ അടുത്തും നമ്മുടെ ലിയോ പ്രയോഗിക്കുന്നത്. നീ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിനക്ക് കേൾക്കാൻ പറ്റുന്നതെന്ന്. അങ്ങനെ എല എന്തോ പറഞ്ഞു, ഞാൻ നൈസ് ആണെന്നോ, അതെങ്ങനെ ശരിയാവും, പിന്നെ എങ്ങനെയാണ് എൻ്റെ പാരൻസ് എന്നെ ഭയങ്കരമായിട്ട് ഓവർ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ലിയോ പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യം ആരോടും പറയരുത്, പ്രത്യേകിച്ച് നിന്റെ കൂടെ നടക്കുന്ന ആ ഡ്രോണിനോട്. ഈ ഡ്രോൺ നിന്നെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നെങ്കിൽ നീ ഡ്രോണിന് ഒരു കത്തെഴുത്, നിന്റെ കാര്യം കൂടെ നോക്കണ്ടേ എന്ന്. അതായത് ഡ്രോണിന്റെ ജീവിതം ഇല്ലേ, അപ്പം അക്കാര്യം കൂടെ നോക്കണ്ടേ, ഫുൾ ടൈം എൻ്റെ പിറകെ നടക്കണോ എന്ന്. അങ്ങനെ എന്തോ ചെയ്തു. നമ്മുടെ എലൈ ഡ്രോണിന് വേണ്ടിയിട്ട് ഒരു കത്ത് എഴുതി വെക്കുകയാണ്, അവൻ്റെ ലൈഫും കൂടെ കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് വായിച്ച നമ്മുടെ ഡ്രോൺ ആവട്ടെ പിന്നീട് എലയ്ക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം അവനെ നോക്കാനും പരിചരിക്കാനും തുടങ്ങി. അല്ലാത്ത സമയത്ത് ഡ്രോണിന്റെ കാര്യം നോക്കി നടക്കാനും തുടങ്ങി. അപ്പോൾ ഇങ്ങനെ തന്നെ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് ലിയോട് എലയ്ക്കും ഭയങ്കര സ്നേഹം വരെയാണ്. അങ്ങനെ പുറത്തുള്ള ആ ഒരു കളിയും ചിരിയും നിറഞ്ഞ ജീവിതം എന്താണെന്ന് ലിയോ എലയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്സായി. ലിയോയെ ആര് വീട്ടിൽ കൊണ്ടുപോകുന്നു വീണ്ടും അവനെ കൊണ്ടുപോകാനായിട്ട് പിള്ളേർക്കിടയിൽ ഭയങ്കര അടിയോടടിയാണ്. അടുത്ത തവണയായിട്ട് ജേഡ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഇവനെ കൊണ്ടുപോകാൻ നിൽക്കുന്നത്. ഇവളുടെ പാരൻസ് ആണെങ്കിൽ പൈസയുടെ അഹങ്ക മൂലം ഭയങ്കരമായിട്ട് കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്ക് കൂടുതൽ പരീക്ഷ എഴുതാൻ സമയം കൊടുക്കണമെന്നൊക്കെ. അങ്ങനെ ഈ ഒരു പൈസയുടെ കാര്യം പറഞ്ഞ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഇങ്ങനത്തെ കംപ്ലൈൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാരണം നമ്മുടെ ജേഡ ക്ലാസ്സിൽ ഒരു ഒറ്റപ്പെട്ട കുട്ടിയാണ്. എല്ലാവർക്കും അവളെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷേ അവളോട് എല്ലാവർക്കും ദേഷ്യമായിരുന്നു. ഇക്കാര്യമൊക്കെ വീട്ടിൽ വന്ന് പറയുമ്പോൾ അത് പൈസ കൊടുത്തിട്ട് അച്ഛൻ ചെയ്യിച്ചതല്ലേ എന്നും പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഇവരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലിയോ സംസാരിക്കുന്നത് നമ്മുടെ ജേഡയും കേൾക്കാനായിട്ട് ഇടവരുന്നുണ്ട്. സാധാരണ പ്രയോഗിക്കുന്നത് പോലെ തന്നെ ലിയോ ജേഡയോടും പറഞ്ഞു, നീ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നതെന്ന്. അങ്ങനെ ജേഡയുടെ വിഷമം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയ ലിയോ അവളോട്, നീ നിന്റെ പാരൻസിന്റെ പോലെ എല്ലാവരെയും വേർതിരിക്കാതെ നല്ല രീതിയിൽ ഒരുപോലെ കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്രാവശ്യം നിന്റെ ബർത്ത്ഡേക്ക് എല്ലാവരെയും ക്ലാസ്സിലെ വിളിക്കാൻ നോക്കുക, അല്ലാതെ സെലക്റ്റീവ് ആയിട്ടുള്ളവരെ വിളിക്കാതെ എന്ന് പറയുന്നു. അങ്ങനെ ജേഡ ക്ലാസ്സിലുള്ള എല്ലാവരെയും തന്നെ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചു. ഒരു സൂൺ അടുത്ത് വെച്ചിട്ടായിരുന്നു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നത്. അവിടേക്ക് ലിയോയെയും പുത്തൻ ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് അവർ കൊണ്ടുവരുന്നുണ്ട്. അവിടുത്തെ മൃഗങ്ങൾ നമ്മുടെ ലിയോയോട് സംസാരിച്ചു, ഇവർക്കൊക്കെ നിന്നോട് വലിയ സ്നേഹമാണല്ലോ, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് പുറത്ത് കടന്നാൽ മതിയെന്ന്. ഇത് തന്നെ അവസരം. ലിയോ വിചാരിച്ചു ഇവരുടെ കൂടെ പുറത്തോട്ട് പോകണമെന്ന്. അങ്ങനെ എന്തോ ചെയ്തു. പിള്ളേരോട്, അതായത് നമ്മുടെ സമ്മറിനോട് രഹസ്യമായി വിളിച്ചിട്ട് ഈ മൃഗങ്ങളെ ഇവിടെ നിന്ന് പുറത്തെത്തിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ പിള്ളേരെല്ലാവരും മൃഗങ്ങളെ ഇവിടെ നിന്ന് അഴിച്ചു വിട്ടു. കൂട്ടത്തിൽ നമ്മുടെ ലിയോയെയും കൂട്ടിയാണ് അവർ പോകുന്നത്. പക്ഷേ ഈ പിള്ളേർ ലിയോയെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ അവനാണെങ്കിൽ പോവാനും തോന്നിയില്ല. അങ്ങനെ അവൻ തിരികെ വന്നു. മൃഗങ്ങളെല്ലാവരും എവർഗ്ലൈഡ്സ് എന്ന് പറയുന്ന ഒരു പാർക്കിലേക്ക് പോയി. അങ്ങനെ തിരികെ എത്തിയ സമയത്തേക്ക് നമ്മുടെ ലിയോ സ്കേർട്ടിലിനോട് കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സ്കേർട്ടിലിന് ഭയങ്കര സംശയമാണ്, എന്താ പിള്ളേർക്ക് നിന്നോട് ഇത്ര സ്നേഹം, അവർ നിനക്ക് രഹസ്യമായിട്ട് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ടല്ലോ എന്നൊക്കെ. അങ്ങനെ പിള്ളേരൊക്കെ പോയ സമയത്ത് ലിയോ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്, അവരുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാറുണ്ടെന്ന്. ഇവിടെ കോൾ എന്നൊരു പയ്യനുണ്ട്, അവൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് പെണ്ണുങ്ങളുടെ വോയിസ് ആണ്. അപ്പോൾ അത് ആലോചിച്ച് അവന് വലിയ സങ്കടമാണ്. പക്ഷെ അവനോട് പാട്ട് പാടാനായിട്ട് ലിയോ ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ അവൻ ആ ഒരു രീതിയിൽ സക്സസ് ആവുന്നുണ്ട്. പിന്നെ സ്കൈലർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ അച്ഛനും അമ്മയും ഡൈവേഴ്സ്ഡ് ആണ്. അവരോട് സംസാരിക്കാൻ അവൾക്ക് പറ്റില്ല. ആകെ കൂടി അവളോട് സംസാരിച്ചിരുന്നത് മുത്തശ്ശനായിരുന്നു. മുത്തശ്ശൻ മരിച്ചുപോയി. ഇവൾക്കാണെങ്കിൽ സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങളിലാണ് താല്പര്യം. ലിയോ പറഞ്ഞു, ആ കുട്ടിയുടെ കാര്യത്തിൽ
ഞാൻ അവളെ കേട്ടിരിക്കുക മാത്രമായിരുന്നു അവളുടെ ആവശ്യം. അവൾ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് ആരും ഇല്ല എന്നുള്ളതായിരുന്നു അവളുടെ സങ്കടം. അപ്പം ഞാൻ അവൾ പറയുന്നത് എന്താണോ അത് കേട്ടിരുന്നു. സയൻസ് ആണെങ്കിലും ശരി, കേൾക്കാനൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു. കരയുന്നത് എങ്ങനെയാണ്, ചിരിക്കുന്നത് എങ്ങനെയാണ്, ഉറങ്ങുന്നത് എങ്ങനെയാണ്, എണീക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ പല പല കാര്യങ്ങളും സ്കൈലർ എന്നെ പഠിപ്പിച്ചു എന്നും ലിയോ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ മനുഷ്യന്മാരോട് സംസാരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ എന്ന് സ്കോട്ടിൽ പറയുമ്പോൾ, ഇനി അധിക നാളൊന്നും ഞാൻ ഇല്ലല്ലോടാ. ഇവരോടൊക്കെ സംസാരിച്ച് അവർക്ക് എന്നെ ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ മരിച്ചു പോയാൽ അവരുടെ ഉള്ളിൽ എന്നോടൊരു ബഹുമാനമൊക്കെ ഉണ്ടാവത്തില്ലേ എന്നാണ് ലിയോ പറയുന്നത്. പിന്നീട് ക്ലാസ്സിൽ വില്ലനായിട്ടുള്ള ആന്റണിയാണ് ഇവരെ കൊണ്ടുപോകുന്നത്. സ്ക്വേർട്ടിലും ആരും അറിയാതെ ആ കൂട്ടത്തിൽ കൂടിയിരുന്നു. എന്നിട്ട് ലിയോയ്ക്ക് പകരമായിട്ട് ആന്റണിയോട് നമ്മുടെ സ്കോട്ടിൽ സംസാരിക്കാണ്. ലിയോയെ പോലെ പിള്ളേരെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല, പകരം ദേഷ്യം പിടിപ്പിക്കാൻ കഴിഞ്ഞു. നമ്മുടെ ആന്റണി ഭയങ്കരമായിട്ട് എല്ലാവരെയും പേടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അവനെ വിഷമിപ്പിക്കുകയാണ് സ്കേർട്ടിൽ ചെയ്യുന്നത്. അവസാനം ഉറങ്ങുന്ന സമയത്ത് അവൻ സങ്കടപ്പെടുമ്പോൾ നമ്മുടെ ലിയോ പോയിട്ട് പതിവ് പോലെ അവനെ സമാധാനിപ്പിച്ചു. അങ്ങനെ ആന്റണിയുടെ മനസ്സിൽ ലിയോ വലിയ ഹീറോ ആയി, സ്കേർട്ടിൽ അവനൊട്ടും തന്നെ ഇഷ്ടപ്പെടാതെയുമായി. അങ്ങനെ ലിയോയെ വീണ്ടും വീട്ടിലോട്ട് കൊണ്ടുപോകണോ എന്ന് പിള്ളേർ വാശി പിടിക്കുമ്പോൾ ഇത് മുതലെടുത്ത മിസ് മാൽക്കിൻ പറഞ്ഞു, നിങ്ങൾ ഓരോരോ കാര്യത്തിനും അച്ചീവ്മെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇനി ഈ ഓന്തിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ ലിയോയെ വീട്ടിൽ എത്തിക്കണം എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി പിള്ളേരൊക്കെ കിണഞ്ഞ് ശ്രമിച്ച് ഓരോരോ നേട്ടങ്ങൾ കരസ്ഥാക്കി. എന്നാൽ ഇതൊക്കെ ആ ഒരു മിസ്സിന്റെ കഴിവാണെന്നാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. പിള്ളേരുടെ ഉള്ളിൽ ലിയോയുടെ വീട്ടിൽ പോയിട്ട് സംസാരിക്കണം എന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആർട്ട്, മാത്സ്, സയൻസ് ഈ ഫെസ്റ്റിലൊക്കെ തന്നെ നമ്മുടെ പിള്ളേര് ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് കരസ്ഥാക്കിയിരിക്കുകയാണ്. പോരാത്തതിനെ ലിയോട് സംസാരിക്കാൻ ഇവർ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അസൂയ പൂണ്ട നമ്മുടെ സ്കേർട്ടിൽ ഇവൻ എല്ലാവരോടും സംസാരിക്കും, ഒരൊറ്റാളോട് മാത്രമേ സംസാരിക്കൂ എന്ന് ലിയോ നുണ പറഞ്ഞതാണെന്ന് ഒരു വീഡിയോ എടുത്തിട്ട് പിള്ളേർക്കൊക്കെ അയച്ചു കൊടുത്ത് അവരെ കൊണ്ടൊക്കെ തന്നെ ലിയോയെ വെറുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിള്ളേരുടെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. മിസ് മാൽക്കിനാണെങ്കിൽ ലിയോ കാരണമാണ് പിള്ളേരൊക്കെ പഠിക്കാൻ തുടങ്ങിയതെന്ന് മനസ്സിലായപ്പോൾ അവനെയും എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോയി ഇവളുടെ സങ്കടങ്ങളൊക്കെ പറയാണ്. നമ്മുടെ മിസ് മാൽക്കിൻ ഒരുപാട് സ്ഥലത്ത് ടീച്ചറായി വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും തന്നെ നമ്മുടെ മാൽക്കിനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ മിസ് മാൽക്കിന്റെ സ്കൂൾ ലൈഫിനെ പറ്റിയിട്ട് ലിയോ ചോദിച്ചറിയാണ്. ആ സമയത്ത് ഒരു ടീച്ചറെ ഇവർക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ടീച്ചർ ഇവരോട് പെരുമാറിയത് എങ്ങനെയാണോ ആ ഒരു നല്ല ഓർമ്മ കാരണമല്ലേ ആ ടീച്ചറെ ഇപ്പോഴും നിങ്ങളെ ഓർത്തിരിക്കുന്നതെന്ന് ലിയോ ചോദിക്കുകയാണ്. അതുപോലെ സന്തോഷമായിട്ട് പിള്ളേരോട് ഇടപെടാനായിട്ട് നോക്കൂ, അവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ് മിസ് മാൽക്കിനെ നമ്മുടെ ലിയോ മോട്ടിവേറ്റ് ചെയ്തു. ഇനി അവർക്ക് നാളെ ഹിസ്റ്ററി ഫെസ്റ്റ് വരുന്നുണ്ട്. അതിലുകൂടി അവർ ജയിച്ചാൽ അവർക്ക് ഡ്രീമാണ് മാജിക് വണ്ടർ പാർക്കിൽ എന്ന്. അപ്പൊ അതിന് സഹായിക്കാൻ പറ്റുമെന്നും നമ്മുടെ ലിയോ പറഞ്ഞു കൊടുത്തു. അങ്ങനെ മാൽക്കിൻ അവരോട് നല്ല രീതിയിൽ സംസാരിച്ചു. പിന്നെ ലിയോയുടെ കൊടുത്ത ആ ഒരു കോൺഫിഡൻസ് കാരണം നമ്മുടെ പിള്ളേരാണെങ്കിൽ ഹിസ്റ്ററി ഫെസ്റ്റിനും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ ഇവർ തന്നെ വിജയിക്കുകയാണ്. മിസ് മാൽക്കിൻ ഇപ്രാവശ്യത്തെ ബെസ്റ്റ് ടീച്ചറാണെന്ന് പറഞ്ഞ അവാർഡൊക്കെ കിട്ടിയപ്പോൾ ഇവരുടെ ഉള്ളിലാണെങ്കിൽ ഈ ക്രെഡിറ്റ് ഒക്കെ ലിയോയ്ക്ക് പോകുമല്ലോ എന്നുള്ള ആ ഒരു ചിന്ത വന്നതുകൊണ്ട് തന്നെ ലിയോയ്ക്ക് മുൻപ് പറഞ്ഞിരുന്നല്ലോ അവൻ എവർഗ്ലൈഡ്സിൽ പോകാനാണ് ഇഷ്ടമെന്ന്. അവിടെ കൊണ്ട് ഇവനെ ഉപേക്ഷിച്ച് ഞങ്ങൾ ജയിച്ചൊന്നുമില്ല, ഞങ്ങൾ തോറ്റുപോയി, പിള്ളേർക്കൊക്കെ നിന്നോട് ദേഷ്യമാണെന്നൊക്കെ അവനെ പറഞ്ഞ് കളിപ്പിച്ച് അവനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം പിള്ളേർ വന്ന് നോക്കുമ്പോൾ ലിയോയെ കാണുന്നില്ല. എന്തൊക്കെ അവൻ കള്ളം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ലിയോയുടെ ഈ കുട്ടികൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. ഇവരുടെ ലൈഫ് തന്നെ മാറ്റിയത് ലിയോ ആണല്ലോ. എന്നാൽ മിസ് മാൽക്കിനാണെങ്കിൽ അവൻ എഴുതിയ ഒരു കത്ത് എന്ന മട്ടിൽ അവൻ പോകുവാണ്, നിങ്ങളെല്ലാവരും ഈ പഠിക്കുന്നതിൻ്റെയും അതിൻ്റെയും എല്ലാം ക്രെഡിറ്റ്സ് ടീച്ചർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ ലെറ്റർ എഴുതിയിട്ടുണ്ടെന്ന് ചുമ്മാ വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് ആകെ സങ്കടമായി. വളർന്നു വരുമ്പോൾ പല ജീവിതത്തിലെ എൻജോയ്മെന്റ്സും നഷ്ടപ്പെടും. കുഞ്ഞായിരിക്കുന്ന സമയത്ത് കളിക്കാമായിരുന്നു, ചിരിക്കാമായിരുന്നു, ഒരുപാട് ചിന്തിക്കേണ്ടായിരുന്നു, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഇല്ലായിരുന്നു, എന്ത് വേണേ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമായിരുന്നു. പാരൻസ് ഒക്കെ നമ്മളോട് ഒരുപാട് നല്ല സ്നേഹത്തോടെ സംസാരിക്കും. പക്ഷേ വളർന്നു കഴിഞ്ഞാൽ ഒരു 10 വയസ്സ് തൊട്ട് നമ്മൾ മെച്ചുറായി പോയി. അങ്ങനെ സങ്കടങ്ങൾ നമ്മുടെ കുട്ടികൾ പറയാണ്. ലിയോ ആയിരുന്നു അവരെ എല്ലാ കാര്യത്തിനും ഭയങ്കരമായിട്ട് കംഫർട്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ ആഗ്രഹിച്ച് നേടിയെടുത്ത മാജിക് വണ്ടർ പാർക്കിലേക്കുള്ള ആ ഒരു യാത്ര അവർക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. സ്കേർട്ടിലാണെങ്കിൽ ഈവൻ കാരണമാണല്ലോ ലിയോയ്ക്ക് ഒരു അവസ്ഥ വന്നത്. വേഗം തന്നെ ഡ്രോണിനെ വിളിക്കുകയാണ്, അതായത് നമ്മുടെ എലയുടെ ഡ്രോൺ. അങ്ങനെ നമ്മുടെ ലിയോയെ കണ്ടുപിടിക്കാൻ പോവാൻ നിൽക്കുന്നു. ലിയോ ആണെങ്കിൽ എവർഗ്ലൈഡ്സിലുള്ള അവനെ പോലുള്ളവരെയൊക്കെ പരിചയപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ തേരാപാറ നടക്കുന്നുണ്ട്.
ഇവിടെ മാജിക് വണ്ടർ പാർക്കിലേക്ക് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന പിള്ളേരോട് സ്കേർട്ടിൽ വന്നിട്ട് ദേ ഈ പെണ്ണുമ്പിള്ളയാണ് നമ്മുടെ ലിയോയെ ഇവിടെ നിന്ന് മാറ്റിക്കളഞ്ഞത്, അവരോട് സത്യം ചോദിച്ചറിയ, ലിയോ പാവമാണ്, നിങ്ങളുടെ ലൈഫൊക്കെ മാറ്റിയത് അവനല്ലേ, നിങ്ങളുടെ പ്രശ്നമൊക്കെ പരിഹരിച്ചു തന്നത് അവനല്ലേ, അവൻ ആകെ കൂടി പറഞ്ഞൊരു കാര്യം അവൻ നിങ്ങളെ ചതിച്ചു എന്ന് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമല്ല, നിങ്ങളുടെ കൂടെ അവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ മിസ് മാൽക്കിനോട് വരെ ചോദിക്കുകയാണ് അവൻ എവിടെയെന്ന്. എവർഗ്ലൈഡ്സിലേക്ക് അവനെ കൊണ്ടുപോയി വിട്ടു എന്ന് മാൽക്കിൻ പറയുന്നുണ്ട്. എന്നിട്ട് പാർക്കിലേക്ക് പോവാതെ അവിടേക്ക് പോവാമെന്ന് ഡ്രൈവർ കോച്ചിനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരനോട്ട് സമ്മതിക്കുന്നില്ല. ഈ സമയം ഇതൊന്നും അറിയാതെ നമ്മുടെ ലിയോ ആണെങ്കിൽ ഇവിടെയുള്ള ഓന്തുകളോടൊക്കെ സംസാരിച്ചൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ അന്ന് ആ മൃഗശാലയിൽ നിന്ന് ഇവൻ വെളിയിലോട്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു മൃഗങ്ങളൊക്കെ ഇവന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെ അവരിൽ നിന്ന് നമ്മുടെ ലിയോ ഒരു സത്യം മനസ്സിലാക്കാണ്, ഇവനെ പോലുള്ള ഓന്തുകൾക്ക് 75 വർഷം മാത്രമല്ല ലൈഫ് സ്പാൻ ഉള്ളതെന്ന്. ഈ നേരത്ത് മാജിക് വണ്ടർ പാർക്കിലേക്ക് വന്നിട്ടുള്ള പിള്ളേരാണെങ്കിൽ ഡ്രൈവർ കോച്ചിനെ കബളിപ്പിച്ച് നേരെ ആ വണ്ടി എടുത്തോണ്ട് പോവാൻ നോക്കുന്ന സമയത്തേക്ക് ഈ ഡ്രൈവർ വന്ന് ഇവരെ പിടിച്ചു വെക്കുന്നുണ്ട്. പക്ഷെ ഡ്രോൺ വന്ന് സഹായിച്ചപ്പോൾ ഇവരെ നേരെ വണ്ടി എടുത്തോണ്ട് പോവാണ് ചെയ്യുന്നത്. അങ്ങനെ 100 വർഷങ്ങൾ ജീവിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ലിയോ ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ എനിക്കെൻ്റെ പിള്ളേരെ കാണാൻ തോന്നുന്നു, അവരോട് സംസാരിച്ച് കൊതി തീർന്നില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ അയ്യോ മുതല എന്നും പറഞ്ഞ് മൃഗങ്ങളൊക്കെ ഓടിപ്പോയി. മുതല കടിച്ച ഇനി ഇവൻ എങ്ങനെ ജീവിക്കാൻ പറ്റും? അങ്ങനെ മുതലകളുടെ മുന്നിൽ നമ്മുടെ ലിയോ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പിള്ളേരാണെങ്കിൽ ചീറിപ്പാഞ്ഞ് എവർഗ്ലൈഡ്സിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയതും ആ മുതലകളുടെ ഫ്രണ്ടിലേക്ക്. മുതലകളെ കണ്ടതും നമ്മുടെ ടീച്ചർ എന്തോ ചെയ്തു, അവറ്റങ്ങളുടെ വായിലേക്ക് പോളോ ഒക്കെ വലിച്ചെറിഞ്ഞു കൊടുത്തു. അവസാനം സമ്മർ വാതോരാതെ സംസാരിക്കുമ്പോൾ അവളുടെ നാവിന്റെ ആ ഒരു ഒഴുക്കൊക്കെ കണ്ടിട്ട് മുതലേക്ക് തല ഇറങ്ങിയ ഒരൊറ്റ വീഴ്ച. അപ്പോഴാണ് നമ്മുടെ ലിയോയുടെ പുറന്തൊലി അവിടെ കിടക്കുന്നത് കാണുന്നത്. ലിയോ നീ ഞങ്ങളെ വിട്ടു പോയോ, ഞങ്ങള് നിന്നോട് നന്ദി പറയാൻ വന്നതാ എന്നൊക്കെ പറഞ്ഞ് ലിയോ ഇല്ലാതാവുമ്പോൾ ഇവരുടെ സങ്കടം കണ്ട് നമ്മുടെ സാക്ഷാൽ ലിയോ പുറത്തോട്ട് വന്നു. അവൻ പുറന്തൊലി അവിടെ ഉപേക്ഷിച്ച് നമ്മളിപ്പോ പാമ്പ് വള ഒഴിച്ചിടുന്ന് പറയില്ലേ, അത് കണക്ക് പോയതായിരുന്നു. അങ്ങനെ ലിയോ പറഞ്ഞു നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന്, പക്ഷേ നീയാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം മാറ്റിയതെന്ന് പറയാണ് ആ പിള്ളേര്. അന്നേരത്ത് സ്കേർട്ടിൽ വന്നിട്ട് നമ്മുടെ ലിയോട് എനിക്കിത് മാത്രമേ തരാനുള്ളൂ എന്ന് പറഞ്ഞ് അവന്റെ പുറന്തൊലി വരെ അഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എലമെന്ററി സ്കൂളിന്റെ അവസാനത്തെ ദിവസമാണ്. പിള്ളേരൊക്കെ ഭയങ്കര കരച്ചിലാണ്. അവർ മുതിർന്നു പോകുന്നു എന്ന് ആലോചിച്ചിട്ടല്ല, ലിയോയെ വിട്ടു പോകുന്നു എന്നോർത്തിട്ട്. അവരുടെ പഴയ ടീച്ചറെ കുഞ്ഞുമായിട്ട് വന്ന് അതൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ലിയോയുടെ യാത്ര പറയാൻ വരികയാണ്. നീ ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ പോകുമെന്ന്. ഹേയ് ഞാനില്ലാതെ എന്നല്ല, നിങ്ങൾക്ക് എന്ത് സങ്കടം വരുമ്പോഴും വിശ്വസിച്ച് പറയാൻ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നാൽ മതി. അത് നിങ്ങളുടെ ടീച്ചർ ആയിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, അങ്ങനെ ഒരാളെ വിശ്വസിക്കാൻ കിട്ടിയാൽ മതി. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ മാറുമെന്ന് ലിയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മിസ് മാൽക്കിനെ ആണെങ്കിൽ ഈ സ്കൂളിൽ ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് മാറ്റി പെർമനന്റ് ആക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടിയാണ് 2023 പുറത്തിറങ്ങിയ ലിയോ എന്ന ഈ മനോഹരമായ ഓന്തുകൂട്ടന്റെ സിനിമ അവസാനിക്കുന്നത്. കൂട്ടുകാരെ, ഇതിൽ വലിയൊരു മെസ്സേജ് ആണ് കേട്ടോ നിങ്ങൾക്കുള്ളത്. ഇതിലൊക്കെ തന്നെ നമ്മുടെ ടീനേജ് പ്രോബ്ലംസ് എന്ന് പറയും. ആ ഒരു സമയത്ത് നടക്കുന്ന, നമുക്കറിയാം, ഒരു 10 വയസ്സ് തൊട്ട് ഒരു 19 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള, നമ്മൾ പിന്നീട് വിചാരിക്കും ഇതൊക്കെ ഒരു പ്രശ്നമായിരുന്നു എന്ന്. അത് ചിലപ്പോൾ നമ്മൾ വളരെയല്ലേ, ആ വളരുന്നതിൻ്റെതായിട്ടുള്ള പല ചേഞ്ചസുകൾ കൊണ്ടാണ് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ദേഷ്യം വരും, എക്സൈറ്റ്മെൻറ്റ് വരും, സന്തോഷം വരും, സങ്കടം വരും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഒട്ടും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഇമോഷൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ആ സമയത്തുള്ള നമ്മുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ മുതിർന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ നമുക്ക് വിശ്വസിച്ച് പറയാനായിട്ട് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളാണെങ്കിലും അത് പറയാനായിട്ട്, അത് കേട്ടിരിക്കാനായിട്ട് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അതിൽ പകുതി മുക്കാൽ പ്രോബ്ലംസും സോൾവ് ആവും എന്നാണ് നമ്മുടെ ലിയോ എന്ന ഓന്തുകൂട്ടം പറയുന്നത്. അതിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഓപ്ഷൻസ് ആയിട്ട് തിരഞ്ഞെടുക്കുക ആരെയാണ്? ഫ്രണ്ട്സിനെ. അപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രണ്ട്സിനെ കണ്ടെത്തുക, അവരോട് ട്രസ്റ്റോട് കൂടിയിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അവർക്കും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം നിങ്ങൾ എന്ന് മാത്രം വേണം ഓർക്കാനായിട്ട്. അപ്പം അതാണ് നമ്മുടെ ഈ ഒരു കഥ. നമ്മൾ ടീനേജേഴ്സിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മെസ്സേജാണ് ഈ ഒരു സിനിമയിൽ കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ ലൈഫിൽ, ആ പ്രശ്നങ്ങൾ നമ്മളിവിടെ പറയണം എന്നല്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ തന്നെ ഈ ഒരു ഫിലിം നല്ല രീതിയിൽ സ്യൂട്ട് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിയോ എന്നുള്ളത് കമൻസ് ആയിട്ട് പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഇഷ്ടപ്പെട്ടില്ലേ, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണോ, അതൊക്കെ തന്നെ കമൻസ് ആയിട്ട് പറയാം. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമയാണ്. കൂട്ടുകാർ ആരെങ്കിലും കണ്ടോ എന്നുള്ളതും കൂടെ പറയാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ.
നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം. ബൈ.